ഹലോ കൂട്ടുകാരെ, ഇന്ന് നമുക്ക് ഗ്രേഡ് 7-ലെ ഫ്രാക്ഷൻസ് ആൻഡ് ഡെസിമൽസ് എന്ന ചാപ്റ്ററിലെ ഫസ്റ്റ് എക്സസൈസിൻ്റെ സൊല്യൂഷൻസ് ചെയ്യാം. ഈ ചാപ്റ്ററിൻ്റെ ഇൻട്രഡക്ഷൻ വീഡിയോയും ഓരോ ക്വസ്റ്റ്യൻ്റെയും ഇൻഡിവിജ്വൽ സൊല്യൂഷൻ വീഡിയോസും ഇതിനു മുന്നേ തന്നെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുക്കാം, എല്ലാവരും കാണണേ. ഫസ്റ്റ് എക്സസൈസിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഒന്ന് സോൾവ് ചെയ്താലോ. വിച്ച് ഓഫ് ദ ഡ്രോയിങ്സ് എ ടു ഡി ഷോ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇവിടെ കുറച്ച് ഡ്രോയിങ്സ് തന്നിട്ടുണ്ട്, എന്നിട്ട് ഇവിടെ പറഞ്ഞിട്ടുള്ള കാര്യമായിട്ട് മാച്ച് ചെയ്യുന്നത് ഇതിലെ ഏത് ഡ്രോയിങ് ആണ്, അതാണ് ക്വസ്റ്റ്യൻ. ഇവിടെ ഞാൻ നിങ്ങൾക്ക് കാണിക്കാനായിട്ട് കുറച്ച് ഷേപ്സ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിന് നമുക്ക് ഓരോ പാർട്ടായിട്ട് മാറ്റാം. ആദ്യം ഞാൻ ഈ റെക്റ്റാങ്കിളിനെ 3 പീസസ് ആയിട്ട് കട്ട് ചെയ്യുന്നുണ്ട്. 1 2 3. ഇതിൽ ഞാൻ ഈ ഒരു ഭാഗം ഒന്ന് ഷെയ്ഡ് ചെയ്ത് കൊടുക്കാം. ഇതിൻ്റെ ഫ്രാക്ഷൻ നമുക്ക് എങ്ങനെ എഴുതാം? 3 പാർട്ടാക്കി മാറ്റിയിട്ടുണ്ട് നമ്മളിതിനെ. ആ നമ്പറാണ് നമ്മൾ ഡിനോമിനേറ്ററായിട്ട് എഴുതി കൊടുക്കേണ്ടത്. അപ്പോൾ അതെഴുതി, ഇനി അതിൽ എത്ര പാർട്ട് നമ്മൾ ഷെയ്ഡ് ചെയ്തിട്ടുണ്ട് അതാണ് നമ്മുടെ ന്യൂമറേറ്ററായിട്ട് എഴുതി കൊടുക്കേണ്ടത്. മനസ്സിലായോ? അപ്പോൾ 1/3 ഇങ്ങനെ എഴുതി നമ്മൾ. അപ്പോൾ 1/3 ഇവിടെ കാണിക്കാൻ പറഞ്ഞാൽ നമുക്ക് നോക്കാമല്ലോ, എത്ര പാർട്ടാക്കി മാറ്റിയിട്ടുണ്ടെന്ന് നോക്കുക, അതിലെത്ര പാർട്ടാണ് ഷെയ്ഡ് ചെയ്തിട്ടുള്ളതെന്ന് നോക്കുക, അത് നമ്മൾ ന്യൂമറേറ്ററായിട്ട് എഴുതി കൊടുക്കുക. അതുപോലെ ഇതാ ഞാനിവിടെ 2 സർക്കിൾസ് എടുത്ത് വെച്ചിട്ടുണ്ട്. 2 സർക്കിളിൽ ഞാൻ 4 പാർട്ടാക്കാൻ പോവുകയാണേ. ഇതിന് 4 പാർട്ടാക്കി. ഇതിൽ ഞാനിത് ഈ ഒരു പാർട്ട് ഇങ്ങനെ ഷെയ്ഡ് ചെയ്തു, ഈ ഒരു പാർട്ടും ഷെയ്ഡ് ചെയ്തു. അതുപോലെ തന്നെ ഇതിലും ചെയ്യാം. 4 പാർട്ടായിട്ട് ഞാൻ കട്ട് ചെയ്തിട്ട് അതിൽ 2 പാർട്സ് ഷെയ്ഡ് ചെയ്ത് കൊടുത്തു. ആദ്യം എത്ര സർക്കിൾസ് ഉണ്ട് എന്ന് നോക്കണം. 2 സർക്കിൾസ് ഉണ്ടായിരുന്നു അല്ലേ, അതിന് ഞാൻ ഹോൾ നമ്പറായിട്ട് എഴുതി കൊടുത്തു. ഓരോന്നും എത്ര പാർട്ടായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട് അത് നമുക്ക് കൗണ്ട് ചെയ്യാം. 1 2 3 4 പാർട്ട്. അതാണല്ലോ നമ്മുടെ ഡിനോമിനേറ്ററായിട്ട് എഴുതി കൊടുക്കുന്നത്. ഷെയ്ഡഡ് പാർട്ട് നോക്കൂ, ഇവിടെ 1 2 പാർട്ടാണ് ഷെയ്ഡ് ചെയ്തിട്ടുള്ളത് അല്ലേ, അതും എഴുതി കൊടുക്കാം. ഓരോന്നിലും എത്ര പാർട്ട് എന്നാണ് ഇവിടെ കൊടുക്കുന്നത്. 4 പാർട്ടായിട്ട് കട്ട് ചെയ്തിട്ട് അതിൽ 2 പാർട്ട് ഷെയ്ഡ് ചെയ്ത് കൊടുത്തു. ഇതിൽ നമുക്ക് മിക്സ് ഫ്രാക്ഷനാണ് കിട്ടിയത്. അതായത് ഒരെണ്ണത്തിനല്ല നമ്മൾ പാർട്ടായിട്ട് കട്ട് ചെയ്തത്, 2 ഹോൾ തിങ്സിനെയാണ് നമ്മൾ കട്ട് ചെയ്തിട്ട് ഇങ്ങനെ ഷെയ്ഡ് ചെയ്യുകയൊക്കെ ചെയ്തത്. അതുകൊണ്ടാണ് ഹോൾ നമ്പറായിട്ട് നമ്മളിവിടെ 2 എന്ന് കൊടുത്തിട്ടുള്ളത്. ഓരോന്നും എന്ത് ചെയ്തു എന്നതാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് കേട്ടോ. ഇനി ഇതേ നോക്കാം, നമുക്കൊരു ട്രയാങ്കിൾ ഉണ്ട് ഇവിടെ. ഈ ട്രയാങ്കിളിന് നമുക്കൊന്ന് 3 പീസസ് ആയിട്ട് കട്ട് ചെയ്യാം കേട്ടോ. 3 ഈക്വൽ പീസസ് ആയിട്ടാണ് ഞാൻ കട്ട് ചെയ്യുന്നത്. ഇതിനെ 3 ഈക്വൽ പാർട്സ് ആക്കാനായിട്ട് ഞാൻ സെൻറ്ററിൽ ഒരു ഡോട്ട് ഇട്ട് കൊടുത്തു. എന്നിട്ട് ഇവിടെ നിന്ന് ഇങ്ങോട്ട് വര വരച്ചു, ഇങ്ങോട്ടും വരച്ചു, ഇങ്ങോട്ടും വരച്ചു. ഇതിനെക്കുറിച്ച് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്, ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുക്കാം. ബസ് എന്ന പേരിൽ ഞാൻ കുറച്ച് ഇതുപോലെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്, നിങ്ങൾ അതൊക്കെ ഒന്ന് കാണണേ. നോക്കൂ, ഈ ഒരു ട്രയാങ്കിളിന് നമ്മളിപ്പോൾ എത്ര പാർട്ടാക്കി? 3 പാർട്സ് ആക്കി അല്ലേ. ഞാനിതാ ഇവിടെ ഒരു ഭാഗം ഇങ്ങനെ ഷെയ്ഡ് ചെയ്തിട്ടുണ്ട്, അടുത്ത ഭാഗവും ഞാനിങ്ങനെ ഒന്ന് ഷെയ്ഡ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഫ്രാക്ഷൻ നമുക്ക് എങ്ങനെ എഴുതാം? നമ്മൾ 3 പാർട്ടാക്കിയിട്ടുണ്ടായിരുന്നു, അത് നമ്മുടെ ഡിനോമിനേറ്ററായിട്ട് കൊടുക്കാം. പിന്നെ എത്ര പാർട്ടാണ് ഷെയ്ഡ് ചെയ്തത് അത് നമുക്ക് ന്യൂമറേറ്ററായിട്ട് കൊടുക്കാം. 2 പാർട്ടല്ലേ. ഇങ്ങനെയാണ് നമ്മൾ ഡ്രോയിങ്സിനെ ഫ്രാക്ഷൻസ് ആക്കുന്നത്. ഇവിടെ തന്നിട്ടുള്ള ഡ്രോയിങ്സ് നോക്കിയിട്ട് ഇതിൽ ഏത് ഫ്രാക്ഷൻ ആയിരിക്കും എന്ന് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. 2 × 1/5 ആണ്. അപ്പോൾ 2 ഹോൾ തിങ് ഉണ്ടായിരിക്കും, 5 പാർട്ടാക്കിയിട്ടുണ്ടാവും, അതിൽ ഒരെണ്ണം ഷെയ്ഡ് ചെയ്തിട്ടുണ്ടാവും. ഏതാണ് 2 ഹോൾ തിങ് ആയിട്ടുള്ളതെന്ന് നമുക്ക് ആദ്യം നോക്കാം. അപ്പോൾ ഇവിടെ ഫസ്റ്റ് നമുക്ക് എയിൽ നോക്കുമ്പോൾ 3 ആണ്. ഇവിടെ 1/5 എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇവിടെ 5 പാർട്ട് ആക്കിയിട്ടില്ല, 2 പാർട്ടേ ആക്കിയിട്ടുള്ളൂ. അപ്പോൾ ഇത് നോക്കാം, ഇത് 3 ഹോൾ തിങ് ഉണ്ട്, അപ്പോൾ അത് വേണ്ട. അടുത്തത് നോക്കും, ഇവിടെ 2 ഹോൾ തിങ്സ് ആണുള്ളത്. അതിന് എത്ര പാർട്ട് ആക്കിയിട്ടുണ്ടെന്ന് നോക്കാം. 1 2 3 4 5 അല്ലേ. നോക്കൂ, 1 2 3 4 5. ഇനി അതിൽ എത്ര പാർട്ടാണ് ഷെയ്ഡ് ചെയ്തിട്ടുള്ളത്? ഒറ്റ പാർട്ടേ ഷെയ്ഡ് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ നമ്മുടെ എല്ലാ കാര്യങ്ങളും ഇവിടെ സാറ്റിസ്ഫൈഡ് ആയല്ലോ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഫസ്റ്റ് ക്വസ്റ്റ്യൻ്റെ ആൻസർ ഡി ആണെന്ന് പറയാം അല്ലേ. ഈ ഡി ആണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ്റെ ആൻസർ. ശരിക്കും മനസ്സിലായല്ലോ കൂട്ടുകാരെ. ഇനി നമുക്ക് സെക്കൻഡ് ക്വസ്റ്റ്യൻ്റെ ആൻസർ എന്താ നോക്കാം. 2 × 1/2. ഇനി അടുത്തത് 2 നമ്പേഴ്സ് ഉള്ളത് ഏതാ? ഇത് 3 ആണ്, ഇത് പറ്റില്ല. ഇത് നോക്കാം, ഇത് 2 നമ്പേഴ്സാണ്. എത്ര പാർട്ടായി കട്ട് ചെയ്തിട്ടുണ്ടെന്നാണ് പറഞ്ഞത്? 2 പാർട്ടായിട്ട്. ശരിയാണല്ലോ, ഇവിടെ 2 പാർട്ടായിട്ടാണ് കട്ട് ചെയ്തിട്ടുള്ളത്. അതിൽ ഷെയ്ഡഡ് പാർട്ട് എത്രയാണ്? 1. ഇവിടെ 1 പാർട്ടല്ലേ ഷെയ്ഡ് ചെയ്തിട്ടുള്ളത്. ഈ കാര്യങ്ങളെല്ലാം ഈ ഡ്രോയിങ്ങിലാണ് സാറ്റിസ്ഫൈ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് സെക്കൻഡിൻ്റെ ആൻസർ ബി ആണെന്ന് പറയാം. അടുത്തത് തേർഡ് ക്വസ്റ്റ്യൻ. 3 × 2/3.
അപ്പോൾ 3 നമ്പേഴ്സ് ഉള്ളത് ഇതിൻ്റെ എല്ലാം എന്ന് നോക്കാം നമുക്ക്. ഇതും 3 നമ്പേഴ്സ് ഉണ്ട് അല്ലേ. 3 പാർട്ടായിട്ട് കട്ട് ചെയ്തിട്ട് അതിൽ 2 ഷെയ്ഡ് ചെയ്തിട്ടുള്ളത് ഏതാണെന്ന് നോക്കാം. ഇതാണല്ലോ 1 2 3 പാർട്ടാണ്. ഇവിടെ ആണെങ്കിൽ 4 പാർട്ടായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. ഇത് 3 ഉള്ളൂ. അപ്പോൾ നമുക്ക് ഇത് കൺസിഡർ ചെയ്യാം. 3 × 2/3 എന്നല്ലേ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇതിൽ 3 ഹോൾ തിങ്സ് ഉണ്ട്. 3 പാർട്ടായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. അതിൽ 2 പാർട്ട് ഷെയ്ഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ആൻസർ ഇതല്ലേ. ഇങ്ങനെ ഓരോന്നും ശ്രദ്ധിച്ച് നോക്കി ചെയ്യണേ. ഇനി അടുത്തത് നോക്കാം നമുക്ക്. അടുത്തതിൽ എന്താ 3 × 1/4. ഇനിയിപ്പോൾ നമുക്ക് ഇത് മാത്രമേ ബാക്കിയുള്ളൂ അല്ലേ. അപ്പോൾ ഇതൊന്ന് നോക്കാം. നമുക്ക് പറഞ്ഞ കാര്യങ്ങളൊക്കെ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോയെന്ന്. 3 ഹോൾ തിങ് ഉണ്ട്, ശരിയാണ്. 1 2 3. അതുപോലെ 4 പാർട്ടായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്, അതും ശരിയാണ്. 4 പാർട്ടായിട്ടാണ് ഓരോന്നിനെയും കട്ട് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഓരോ പാർട്ടാണ് അതിൽ ഷെയ്ഡ് ചെയ്തിട്ടുള്ളത്, ശരിയാണല്ലോ. എല്ലാറ്റിലും അതുപോലെയാണുള്ളത്. അപ്പോൾ നമ്മുടെ ആൻസർ സി ആണ്. ഇങ്ങനെ എഴുതി കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഇനിയിപ്പോൾ എക്സാമിനായാലും ക്ലാസ് ടെസ്റ്റിനായാലും ഒക്കെ ഇതുപോലെയുള്ള ക്വസ്റ്റ്യൻസ് വന്നു കഴിഞ്ഞാൽ എൻ്റെ കൂട്ടുകാർക്ക് എന്തെങ്കിലും സംശയം വരുമോ? ഇനി നമ്മൾ ഇൻട്രഡക്ഷൻ വീഡിയോയിൽ ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയി പറഞ്ഞിട്ടുണ്ട്. ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ കൂട്ടുകാർക്ക്? ഈ ഒരു ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് വന്നിട്ടുണ്ടോ കൂട്ടുകാരെ? എന്തെങ്കിലും ഉണ്ടെങ്കിൽ എൻ്റെ അടുത്ത് ഉടനെ തന്നെ കമൻറ്റ് സെക്ഷനിൽ ചോദിക്കണേ. ചോദിക്കാൻ മറക്കരുത് കേട്ടോ. ഞാൻ നിങ്ങളുടെ കമൻസിന് വേണ്ടി വെയിറ്റ് ചെയ്യാം. നിങ്ങൾ ആരും ഒന്നും ചോദിക്കുന്നില്ലല്ലോ. എല്ലാവരും കണ്ടിട്ട് മിണ്ടാതിരിക്കുകയാണോ? നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ കേട്ടോ. സെക്കൻഡ് ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യാം. ഇവിടെ നമുക്ക് എന്താണ് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളതെന്ന് നോക്കാം. സം പിക്ചേഴ്സ് A to C are given below. Tell which of them show. ഇവിടെ നമുക്ക് A to C കുറച്ച് പിക്ചേഴ്സ് വന്നിട്ടുണ്ട് അല്ലേ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ തന്നെ നമുക്ക് 3 × 1/5 = 3/5 എന്ന് കാണാം. ഇങ്ങനെ പറഞ്ഞാൽ എന്താണ് മീൻ ചെയ്യുന്നത്? 3 ഹോൾ തിങ്സ് ഉണ്ട്, അതിനെ 5 പാർട്സ് ആക്കിയിട്ട് അതിൽ 1 പാർട്ട് ഷെയ്ഡ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ആവുമ്പോൾ അതിൻ്റെ ആൻസർ നമുക്ക് കിട്ടുന്നത് 3 × 1 = 3/5 അല്ലേ. ഇത് കംപ്ലീറ്റ് ആകുന്ന ഒരു ഫിഗർ ഏതാണെന്ന് നോക്കാം നമുക്ക്. അപ്പോൾ 3 ഹോൾ തിങ്സ് ഉള്ളത് ഇത് നോക്കി. ഇവിടെ 3 ഹോൾ തിങ്സ് ഇല്ല, ഇവിടെ 2 ഹോൾ തിങ്സ് ആണ്. അപ്പോൾ അത് വിട്ട് കളയാം നമുക്ക്. ഇനി അടുത്തത് നോക്കൂ. ഇവിടെ 3 ഹോൾ തിങ്സ് ഉണ്ട്. നമ്മൾ പറഞ്ഞത് 5 പാർട്ട് ആക്കിയിട്ടുണ്ടാവണം എന്നല്ലേ. അപ്പോൾ ഇവിടെ 5 പാർട്ടാണോ ആക്കിയിട്ടുള്ളതെന്ന് നോക്കാം. 1 2 3 4 പാർട്സ് ആണ് അല്ലേ ഇവിടെ ഉള്ളത്. അപ്പോൾ അതും വിട്ട് കളയാം. ഇനി അടുത്തത് നോക്കാം. ഇവിടെ 3 ഹോൾ തിങ്സ് ഉണ്ട്. 1 2 3 4 5 പാർട്ട് ആക്കിയിട്ടുണ്ട്. അതിൽ 1 പാർട്ട് ഷെയ്ഡ് ചെയ്തിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഇതാണ് നമ്മുടെ ആൻസർ. നോക്കൂ, 3 × 1/5 1 2 3. നമ്മുടെ ഈ ഹോൾ നമ്പർ 3 ആണ് ഇത്. പിന്നെ 1/5 എന്ന് പറഞ്ഞത് 1 ഇതാണ്. ഓരോന്നിലും ഓരോന്ന് ഷെയ്ഡ് ചെയ്തിട്ടുണ്ട്. 5 പാർട്സ് ആക്കിയിട്ടുണ്ട്, അതാണ് ഈ ഡിനോമിനേറ്റർ 5. ഇതെല്ലാം കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് 3/5 എന്നാണ് കിട്ടിയിട്ടുള്ളത്. അതാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. 5 പാർട്ട് ആക്കിയിട്ട് അതിൽ 3 പാർട്സ് ഷെയ്ഡ് ചെയ്തിട്ടുണ്ട്. മനസ്സിലായല്ലോ എല്ലാവർക്കും. ഫസ്റ്റ് ക്വസ്റ്റ്യൻ്റെ ആൻസർ സി എന്ന് എഴുതാം അല്ലേ. ഇനി സെക്കൻഡ് ക്വസ്റ്റ്യൻ ഒന്ന് നോക്കാം നമുക്ക്. സെക്കൻഡ് ക്വസ്റ്റ്യനിൽ എന്താ പറഞ്ഞിട്ടുള്ളത്? 2 × 1/3. അപ്പോൾ 2 ഹോൾ തിങ്സ് ആണുള്ളത് അല്ലേ. 3 പാർട്സ് ആക്കിയിട്ട് 1 പാർട്ട് ഷെയ്ഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് കറക്റ്റായി. ഇനി അതിൻ്റെ ആൻസർ നോക്കൂ. 2/3. 2 × 1 = 2/3 കൊടുക്കാം. അത് തന്നെയല്ലേ ഇവിടെ ഉള്ളത്. 3 പാർട്സ് ആക്കിയിട്ട് 2 പാർട്സ് ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ സെക്കൻഡിൻ്റെ ആൻസർ എ ആണ് അല്ലേ. ഇനി അടുത്തത് നോക്കൂ. 3 × 3/4 = 2 1/4. ഇവിടെ നോക്കൂ. 3 ഹോൾ തിങ്സ് ഉള്ളത് ഏതാണ്? ഇതാണ് അല്ലേ. 3 ഹോൾ തിങ്സ് ഉണ്ട്. അതിനെ ഓരോന്നിനെയും 4 പാർട്സ് ആക്കിയിട്ടുണ്ടോ? ഉണ്ടല്ലോ. 1 2 3 4 പാർട്സ് ആക്കിയിട്ടുണ്ട്. അതിൽ 3 പാർട്സ് ആണോ ഷെയ്ഡ് ചെയ്തിട്ടുള്ളത്? ആണല്ലോ. 1 2 3 1 2 3 1 2 3 കണ്ടില്ലേ. 3 പാർട്സ് ആണ് ഷെയ്ഡ് ചെയ്തിട്ടുള്ളത്. ഇനി അതിൻ്റെ ആൻസർ പാർട്ട് നോക്കാം. ഇവിടെ 2 ഹോൾ തിങ്സും ഉണ്ട്. ഒരു തേർഡ് 1 ഉള്ളതിലെ 4 ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ട് അതിലെ 1 പാർട്ട് മാത്രമേ നമ്മൾ എടുത്തിട്ടുള്ളൂ. തേർഡിൻ്റെ ആൻസർ ബി എന്ന് കിട്ടി അല്ലേ. അപ്പോൾ കൂട്ടുകാരെ, എല്ലാവർക്കും ഞാൻ പറഞ്ഞതെല്ലാം മനസ്സിലായല്ലോ. കൂട്ടുകാരെ, നിങ്ങൾ ഈ സൊല്യൂഷൻ വീഡിയോസൊക്കെ കാണുന്നതിന് മുന്നേ ഇൻട്രഡക്ഷൻ വീഡിയോ ഒന്ന് കണ്ടു നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ പറയുന്ന കാര്യങ്ങളെല്ലാം കറക്റ്റായിട്ട് മനസ്സിലാവും കേട്ടോ. ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുക്കുന്നുണ്ട്. തേർഡ് ക്വസ്റ്റ്യൻ ചെയ്യാം. ഇവിടെ എന്താ പറഞ്ഞിട്ടുള്ളതെന്ന് നോക്കാം കൂട്ടുകാരെ. മൾട്ടിപ്ലൈ ആൻഡ് റെഡ്യൂസ് ടു ലോവസ്റ്റ് ഫോം ആൻഡ് കൺവേർട്ട് ഇൻ ടു എ മിക്സ് ഫ്രാക്ഷൻ. നമ്മളിത് ഓരോന്നും മൾട്ടിപ്ലൈ ചെയ്യണം. എന്നിട്ട് കിട്ടുന്ന ആൻസറിനെ സിംപ്ലസ്റ്റ് ഫോമിലാക്കിയതിന് ശേഷം അതിനെ മിക്സ് ഫ്രാക്ഷനാക്കി മാറ്റണം. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് ചെയ്ത് നോക്കാം. 7 × 3/5.
നമുക്കിതൊന്ന് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കാം. 7 × 3 ഈസ് 21/5. ഇനി ഇത് രണ്ടും കൂടി കോമൺ ആയിട്ട് ഏതെങ്കിലും നമ്പറായിട്ട് ക്യാൻസൽ ചെയ്യാൻ പറ്റുമോ നോക്കാം. ഇതങ്ങനെ കോമൺ ആയിട്ട് ഏത് നമ്പറായിട്ടും ക്യാൻസൽ ചെയ്യാൻ നമുക്ക് പറ്റില്ല. അപ്പോൾ പിന്നെ ചെയ്യേണ്ടത് നമ്മൾ 21നെ 5 ആയിട്ട് ഡിവൈഡ് ചെയ്യാം. 4 5s are 20. 1 - 0 is 1. 2 - 2 is 0. അപ്പോൾ ഇതിനെ നമുക്ക് എങ്ങനെ മിക്സ് ഫ്രാക്ഷൻ ആയിട്ട് എഴുതാം? ഈ നമ്പറാണ് ഹോൾ നമ്പറായിട്ട് എടുക്കേണ്ടത്, 4 എന്ന് എഴുതി. പിന്നെ നമുക്ക് ഈ റിമൈൻഡർ ആയിട്ട് വന്നിട്ടുള്ള നമ്പറാണ് ഇവിടെ ന്യൂമറേറ്റർ ആയിട്ട് വരുന്നത്. ഏത് നമ്പർ കൊണ്ടാണോ ഡിവൈഡ് ചെയ്തിട്ടുള്ളത് അതാണ് ഇവിടെ ഡിനോമിനേറ്റർ ആകുന്നത്. ഇവിടെ ഏത് നമ്പറാണോ ഉള്ളത് അത് തന്നെ ആയിരിക്കും ഇവിടെ ഡിനോമിനേറ്റർ ആയിട്ട് വരുന്നത്. എങ്ങനെയാണ് മൾട്ടിപ്ലൈ ചെയ്തതിന് ശേഷം അതിനെ മിക്സ്ഡ് ഫ്രാക്ഷൻ ആക്കിയതെന്ന് മനസ്സിലായല്ലോ എല്ലാവർക്കും. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം കേട്ടോ. 4 × 1/3. ഇത് നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക? 4 × 1 4 ആണ്, /3 എഴുതാം. 4/3. ഇനി 4/3നെ നമുക്ക് ഡിവൈഡ് ചെയ്ത് നോക്കാം. 4 / 3. 1 3 is 3. 4 - 3 is 1. ഇതിനെങ്ങനെ നമുക്ക് മിക്സ് ഫ്രാക്ഷൻ ആയിട്ട് എഴുതാൻ പറ്റും? 1 1/3. മനസ്സിലായല്ലോ. ഈ 1 നമ്മളിവിടെ ഹോൾ നമ്പറായിട്ട് എടുത്തു. ഈ 1 ഇവിടെ ന്യൂമറേറ്റർ ആയിട്ട് വന്നു. പിന്നെ നമ്മൾ ഏത് നമ്പർ കൊണ്ടാണോ ഡിവൈഡ് ചെയ്തത് ആ നമ്പറാണ് ഇവിടെ ഡിനോമിനേറ്റർ ആയിട്ട് വന്നിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് തേർഡ് ക്വസ്റ്റ്യൻ നോക്കാം. 2 × 6/7. 2 × 6 12. ഈ 7 ഡിനോമിനേറ്റർ ഇവിടെ എഴുതി കൊടുക്കുക. എന്നിട്ട് 12നെ 7 ആയിട്ട് ഡിവൈഡ് ചെയ്ത് കൊടുക്കാം. 1 7 is 7. 2 - 7 is not possible. അപ്പോൾ നമുക്ക് 12 - 7 തന്നെ നോക്കാം. 5 ആണ് ആൻസർ കിട്ടുന്നത്. ഇതിൻ്റെ മിക്സ് ഫ്രാക്ഷൻ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റുന്നത്? ഇതാണ് ഹോൾ നമ്പറായിട്ട് വരുന്നത്, ഇത് ന്യൂമറേറ്റർ, ഇത് ഡിനോമിനേറ്റർ. ഇതാണ് നമ്മുടെ ആൻസർ. അപ്പോൾ ഈ 3 ക്വസ്റ്റ്യൻസും എങ്ങനെ ആൻസർ ചെയ്തതെന്ന് മനസ്സിലായല്ലോ. അപ്പോൾ ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 4th one. 5 × 2/9. എങ്ങനെ ചെയ്യാം? 5 × 2 is 10/9. 10 നമുക്ക് 9 ആയിട്ട് ഡിവൈഡ് ചെയ്യാം. 1 9 is 9. 10 - 9 is 1. നമ്മുടെ ആൻസർ അപ്പോൾ എന്തായിരിക്കും? 1 1/9. ഇതാണ് നമ്മൾ ഹോൾ നമ്പർ ആയിട്ട് എടുത്തത്. ഇത് ന്യൂമറേറ്റർ, ഇത് ഡിനോമിനേറ്റർ. മനസ്സിലായല്ലോ. അപ്പോൾ ഇനി അടുത്തത് നോക്കാം. 2/3 × 4. 2 × 4 8/3. 8നെ നമുക്കൊന്ന് 3 ആയിട്ട് ഡിവൈഡ് ചെയ്യാം. 2 3s are 6. 8 - 6 is 2. ഇതിനെ നമുക്ക് ഇങ്ങോട്ട് മിക്സ് ഫ്രാക്ഷൻ ആയിട്ട് എഴുതാം. ഇതാണ് ഹോൾ നമ്പർ ആയിട്ട് എടുക്കുന്നത്. ഈ റിമൈൻഡറിന് നമുക്കിവിടെ ന്യൂമറേറ്റർ ആയിട്ട് എടുക്കാം. എന്തുകൊണ്ടാണോ ഡിവൈഡ് ചെയ്തത് അതിന് നമുക്ക് ഡിനോമിനേറ്റർ ആയിട്ട് എടുക്കാം. ഇനി അടുത്തത് 5/2 × 6. 5 × 6 30/2. ഇനി ഇതിനെ നമുക്കൊന്ന് റെഡ്യൂസ് ചെയ്ത് കൊടുക്കാം അല്ലേ. 30 ഈവൻ നമ്പറാണ്, 2ഉം ഈവൻ നമ്പറാണ്. 3ൽ 2 1 ടൈം, 1 ബാലൻസ്. 10ൽ 2 5 ടൈംസ്, 2ൽ 2 1 ടൈം. അപ്പോൾ നമ്മുടെ ആൻസർ 15 എന്ന് കിട്ടി. ഇവിടെ ഇനി നമുക്ക് വേറെ ഡിവിഷൻ്റെ കാര്യമൊന്നുമില്ല, ആൻസർ 15 എന്നാണ്. ഇനി അടുത്തത് നോക്കാം നമുക്ക്. 11 × 4/7 ആണ്. 11 × 4 is 44/7. അപ്പോൾ നമുക്ക് 44നെ 7 ആയിട്ട് ഡിവൈഡ് ചെയ്യണം. 6 × 7 is 42. then 4 - 2 is 2. 4 - 4 is 0. അപ്പോൾ ഇതിനെ നമുക്ക് ആൻസർ എങ്ങനെ എഴുതാം? ഹോൾ നമ്പറായിട്ട് 6 എടുത്തു. 6 2/7. ഇനി അടുത്തത് നോക്കാം. 20 × 4/5. 20 × 4 എന്ന് പറയുമ്പോൾ 2 × 4 ആദ്യം ചെയ്യാം. 2 × 4 8 ആണ്. പിന്നെ ഈ 0 എഴുതി കൊടുക്കുക. അപ്പോൾ ആ മൾട്ടിപ്ലിക്കേഷൻ അങ്ങനെ കഴിഞ്ഞു. ഇനി ഈ 5 ഉണ്ട്, 5 എഴുതി കൊടുക്കുക. അപ്പോൾ 2 5ൻ്റെ ഡിവിസിബിൾ ആണ്. നമുക്ക് 5ആയിട്ട് കട്ട് ചെയ്ത് നോക്കാം. അപ്പോൾ 8ൽ 5 1 ടൈം, 3 ബാലൻസ്. 30ൽ 5 6 ടൈംസ്, 5ൽ 5 1 ടൈം. നമ്മുടെ ആൻസർ 16 എന്ന് കിട്ടി. ഇനി നമുക്ക് ഇത് ചെയ്ത് നോക്കാം. 13 × 1/3. 13 × 1 = 13/3. 13നെ നമുക്ക് 3 ആയിട്ടൊന്ന് ഡിവൈഡ് ചെയ്ത് നോക്കാം. 4 × 3 is 12. then 3 - 2 is 1. 1 - 1 is 0. അപ്പോൾ ഇതിൻ്റെ ആൻസർ നമുക്ക് ഇത് ഹോൾ നമ്പറായിട്ട് എഴുതാം, ഇത് ന്യൂമറേറ്റർ, ഇത് ഡിനോമിനേറ്റർ. 4 1/3 എന്ന് കിട്ടി. ഇനി നമുക്ക് 15 × 3/5 ചെയ്ത് നോക്കാം.
15 into 3 is 45 by 5. 45-ൽ 5 9 times. 5-ൽ 5 1 time. നമ്മുടെ ആൻസർ 9 എന്ന് കിട്ടി. ഇപ്പോൾ എല്ലാ ആൻസറുകളും നമുക്ക് കിട്ടിയാലോ. ഫസ്റ്റ് 11 into 4 by 7ൻ്റെ ആൻസറാണ് 6 2 by 7. പിന്നെ നമുക്ക് 20 into 4 by 5 ഉണ്ടായിരുന്നു, അതിൻ്റെ ആൻസറാണ് 16. പിന്നെ 13 into 1 by 3, അതിൻ്റെ ആൻസറാണ് നമുക്ക് 4 1 by 3 എന്ന് കിട്ടിയിട്ടുള്ളത്. പിന്നെ 15 into 3 by 5 ഉണ്ടായിരുന്നു, അത് ചെയ്തപ്പോൾ നമുക്ക് 9 എന്ന ആൻസർ കിട്ടി. ഫോർത്ത് ക്വസ്റ്റ്യൻ ചെയ്യാം. ആദ്യം നമുക്ക് ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചു നോക്കാം. ഷെയ്ഡ് 1 by 2 of the circles in box A, 2 by 3 of the triangles in box B, 3 by 5 of the squares in box C. 1 by 2 of the circles in box A എന്ന് പറയുമ്പോൾ ഇതിൽ എത്ര നമ്പർ ഉണ്ടോ അതിൻ്റെ 1 by 2 എടുത്തിട്ട് അത്രയും സർക്കിൾസ് ഷെയ്ഡ് ചെയ്ത് കൊടുക്കണം നമ്മൾ. ഇവിടെ എത്ര സർക്കിൾസ് ഉണ്ടെന്ന് നോക്കാം. 1 2 3 4 5 6 7 8 9 10 11 12. അപ്പോൾ നമ്മൾ 12 എഴുതി കൊടുക്കാം. 1 by 2 ഓഫ് എന്ന് പറയുമ്പോൾ ഇൻറ്റു 1 by 2 ചെയ്യണം. ഇവിടെ ഓഫ് എന്ന് പറയുമ്പോൾ മൾട്ടിപ്ലൈ ചെയ്യണമെന്നാണ് കേട്ടോ മീനിങ്. അപ്പോൾ നമുക്കിത് മൾട്ടിപ്ലൈ ചെയ്തിട്ട് എഴുതാം. 12 into 1 is 12 by 2. സിംപ്ലസ്റ്റ് ഫോമിലാക്കാലോ നമുക്ക്. 12-ൽ 2 6 times, 2-ൽ 2 1 time. അപ്പോൾ നമുക്ക് ആൻസർ 6 എന്ന് കിട്ടി. അപ്പോൾ 6 സർക്കിൾസ് നമ്മൾ ഷെയ്ഡ് ചെയ്ത് കൊടുക്കണം. ഈസി അല്ലേ? ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 2 by 3 of the triangles in box B. അങ്ങനെയാണെങ്കിൽ ഇവിടെ എത്ര ട്രയാങ്കിൾസ് ഉണ്ടെന്ന് നോക്കാം. 1 2 3 4 5 6 7 8 9. 9 എഴുതാം. 2 by 3 of the triangle in box B എന്നല്ലേ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഇൻറ്റു 2 by 3 ചെയ്യണം, മൾട്ടിപ്ലൈ ചെയ്യാം. 9 into 2 is 18 by 3 കൊടുക്കാം. 6 3s are 18. 3-ൽ 3 1 time. അപ്പോൾ നമുക്ക് 6 എന്ന് തന്നെ കിട്ടി. 6 ട്രയാങ്കിൾസ് ഷെയ്ഡ് ചെയ്ത് കൊടുക്കാം. ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്താ? 3 by 5 ഓഫ് ദ സ്ക്വയേഴ്സ് ഇൻ ബോക്സ് സി. ഇതിൽ എത്ര സ്ക്വയേഴ്സ് ഉണ്ടെന്ന് നോക്കാം. 1 2 3 4 5 6 7 8 9 10 11 12 13 14 15. 15 ഇവിടെ എഴുതാം. ഇൻറ്റു 3 by 5. 15 into 3 equals to 45 by 5 എന്ന് എഴുതാം. 9 5s are 45. 5-ൽ 5 1 time. നമുക്ക് 9 എന്ന് കിട്ടി. അപ്പോൾ 9 സ്ക്വയേഴ്സ് ഷെയ്ഡ് ചെയ്ത് കൊടുക്കാം. ഇത് വളരെ സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻ ആയിരുന്നു അല്ലേ? ഇനി എനിക്ക് വേറൊരു കാര്യം പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, ഇവിടെ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്തിട്ടാണ് ഇവിടെ ആൻസർ എഴുതിയത് അല്ലേ? ഇവിടെ നമ്മൾ 12 into 1 12 എഴുതി, by 2 എഴുതി. അതല്ലാതെ തന്നെ നമുക്ക് 12 into 1 by 2 എന്ന് എഴുതിയിട്ട് 12-ൽ 2 6 times, 2-ൽ 2 1 time. അപ്പോൾ നമുക്ക് 6 into 1 6 എന്ന് കിട്ടും. ഇത്ര ഈസി ആയിട്ട് കിട്ടും. ഞാൻ നിങ്ങൾക്ക് ഈ സ്റ്റെപ്പും പറഞ്ഞു തരാമല്ലോ എന്ന് വെച്ചിട്ടാണ് ആദ്യം അങ്ങനെ ചെയ്തത്. ഇങ്ങനെയും ചെയ്യാമല്ലോ നമുക്ക്. അങ്ങനെയാണെങ്കിൽ നമുക്ക് 9 into 2 by 3 എങ്ങനെ ചെയ്യാം? 9-ൽ 3 3 times, 3-ൽ 3 1 time. 3 into 2 is 6. ഈ സെയിം ആൻസർ തന്നെയാണല്ലോ നമുക്ക് കിട്ടിയത്. ഇനി നോക്കാം. 15 into 3 by 5. 15-ൽ 5 3 times, 5-ൽ 5 1 time. 3 3s are 9. അപ്പോൾ സെയിം ആൻസർ കിട്ടിയില്ലേ? ഇപ്പോൾ ഇവിടെ കുറച്ച് വലിയ നമ്പേഴ്സൊക്കെ ആണെങ്കിൽ മൾട്ടിപ്ലൈ ചെയ്യാനൊക്കെ നമുക്ക് ഇത്തിരി ബുദ്ധിമുട്ടായിരിക്കും. ആദ്യം തന്നെ ഇങ്ങനെ ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ചെറിയ നമ്പറുകളെ മൾട്ടിപ്ലൈ ചെയ്ത് എഴുതുമ്പോൾ കുറച്ചുകൂടെ ഈസി ആയിരിക്കും. 5th ക്വസ്റ്റ്യൻ ചെയ്യാം. ഈ ക്വസ്റ്റ്യനിൽ എന്താ പറഞ്ഞിട്ടുള്ളത് നോക്കൂ കൂട്ടുകാരെ. 1 by 2 of 24 എന്ന് പറഞ്ഞാൽ എന്താ? 1 by 2 into 24 ചെയ്യണം. നമുക്കിവിടെ ഓഫ് എന്ന് പറയുമ്പോൾ മൾട്ടിപ്ലൈ ചെയ്യുകയാണ് കേട്ടോ വേണ്ടത്. അപ്പോൾ 1 by 2 of 24 എന്ന് പറഞ്ഞാൽ 1 by 2 into 24 ചെയ്യണം. അതുപോലെ തന്നെ 1 by 2 of 46 എന്ന് പറഞ്ഞാൽ 1 by 2 into 46 എന്ന് ചെയ്യണം. അങ്ങനെയാണ് ഈ ക്വസ്റ്റ്യൻസ് ഓരോന്നും സോൾവ് ചെയ്യേണ്ടത്. നമുക്ക് ഓരോന്നോരോന്നായിട്ട് നോക്കാം. 1 by 2 of 24 എന്നല്ലേ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ 1 by 2 into 24 എന്നാണ് ചെയ്യേണ്ടത്. നമുക്ക് ഇത് രണ്ട് രീതിയിൽ ചെയ്യാൻ പറ്റും. 1 into 24 is 24 by 2. ഇനി ഇവിടെ വെച്ച് നമുക്ക് ഇതിൻ്റെ സിംപ്ലസ്റ്റ് ഫോം എഴുതാം. 2-ൽ 2 1 time, 4-ൽ 2 2 times, 2-ൽ 2 1 time. അപ്പോൾ ഇതിൻ്റെ ആൻസർ നമുക്ക് 12 എന്ന് കിട്ടി. അതല്ലെങ്കിൽ നമുക്ക് ഇത് ഇങ്ങനെയും ചെയ്യാം. 1 by 2 into 24. ഇവിടെ വെച്ച് തന്നെ നമുക്ക് ഡിവിഷൻ ചെയ്യാൻ പറ്റും. 2-ൽ 2 1 time,
4ൽ 2 2 ടൈംസ്, 2ൽ 2 1 ടൈം. അങ്ങനെ 1 × 12 is 12 എന്ന് എഴുതാലോ. ഈ രണ്ട് മെത്തേഡിൽ ഏതാണ് നിങ്ങൾക്ക് ഇഷ്ടം എന്ന് വെച്ചാൽ അതുപോലെ ചെയ്തോളൂ കേട്ടോ. ഇനി അടുത്ത പാർട്ട് നോക്കാം. 1/2 ഓഫ് 46 നോക്കണമല്ലോ. അപ്പോൾ നമുക്ക് 1/2 ഇൻറ്റു 46, 1 × 46 ഈക്വൽസ് ടു 46 ബൈ 2. 4ൽ 2 2 ടൈംസ്, 6ൽ 2 3 ടൈംസ്, 2ൽ 2 1 ടൈം. അങ്ങനെ 23 എന്ന ആൻസർ എഴുതാം. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ 1/2 ഇൻറ്റു 46 ചെയ്യുമ്പോൾ ഇവിടെ വെച്ച് തന്നെ നമുക്ക് ഡിവിഷൻ ചെയ്യാം. 4ൽ 2 2 ടൈംസ്, 6ൽ 2 3 ടൈംസ്, 2ൽ 2 1 ടൈം. 1 × 23 23. അങ്ങനെ നമുക്ക് ചെയ്യാം. ഇനി ഞാൻ എല്ലാ ക്വസ്റ്റ്യൻസും ഒരു മെത്തേഡ് മാത്രമേ ചെയ്യുന്നുള്ളൂ. നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയാണ് അങ്ങനെ 2 മെത്തേഡ് ചെയ്തത് കേട്ടോ. എല്ലാവരും വളരെ ശ്രദ്ധിച്ച് ചെയ്യുക. വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് മാർക്ക് വാങ്ങാവുന്ന ക്വസ്റ്റ്യൻ ആണ് കേട്ടോ ഇതൊക്കെ. അപ്പോൾ നമുക്കിതിൽ ബി പാർട്ട് ചെയ്ത് നോക്കാം. 2/3 ഓഫ് 18, 2/3 ഇൻറ്റു 18. 18ൽ 3 6 ടൈംസ്, 3ൽ 3 1 ടൈം, 2 × 6 12. ഇതാണ് അതിൻ്റെ ആൻസർ. ഇനി അടുത്തത് നോക്കാം നമുക്ക്. 2/3 ഓഫ് 27 ആണല്ലോ. 2/3 ഇൻറ്റു 27. ഇതിൽ 27ൽ 3 9 ടൈംസ്, 3ൽ 3 1 ടൈം. നമുക്ക് 2 × 9 18 എന്ന ആൻസർ കിട്ടി. എല്ലാവർക്കും മനസ്സിലായല്ലോ കൂട്ടുകാരെ ഈ പ്രോബ്ലം എങ്ങനെ സോൾവ് ചെയ്യുന്നതെന്നും എങ്ങനെയാണ് സിംപ്ലസ്റ്റ് ഫോമിൽ എഴുതുന്നതെന്നും എല്ലാം മനസ്സിലായല്ലോ. അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 3/4 ഓഫ് 16, 3/4 ഇൻറ്റു 16. 16ഉം 4ഉം കൂടെ ഡിവൈഡ് ചെയ്യാം. 16ൽ 4 4 ടൈംസ്, 4ൽ 4 1 ടൈം, 3 × 4 is 12. അതിലടുത്ത പാർട്ട് 3/4 ഇൻറ്റു 36. ഇതും നമുക്ക് 4 ആയിട്ട് തന്നെ ഡിവൈഡ് ചെയ്യാം. നിങ്ങൾക്ക് ഏറ്റവും ഈസി ആയിട്ട് തോന്നുന്നത് ഏത് നമ്പർ ആയിട്ടാണോ ഇത് ഡിവൈഡ് ചെയ്യാൻ അങ്ങനെ ചെയ്യാം. ഇത് രണ്ടും ഈവൻ നമ്പർ ആയതുകൊണ്ട് നമുക്ക് 2 ആയിട്ടും ചെയ്യാം, 4 ആയിട്ടും ഇത് ഡിവൈഡ് ചെയ്യാവുന്നതാണ്. 36ൽ 4 9 ടൈംസ്, 4ൽ 4 1 ടൈം, 3 × 9 is 27. അപ്പോൾ കൂട്ടുകാരെ ഏറ്റവും ഈസി ആയിട്ടാണ് നമ്മൾ ഈ പ്രോബ്ലംസ് സോൾവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇനി അടുത്തത് നോക്കാം നമുക്ക്. 4/5 ഓഫ് 20. 5 ആയിട്ട് ഡിവൈഡ് ചെയ്യാലോ. 20ൽ 5 4 ടൈംസ്, 5ൽ 5 1 ടൈം, 4 × 4 is 16. ഇനി ഇതിലടുത്തത് നോക്കാം നമുക്ക്. 4/5 ഓഫ് 35. 5 ആയിട്ട് തന്നെ ഡിവൈഡ് ചെയ്യാലോ. 7 5s are 35, 5ൽ 5 1 ടൈം, 4 7s are 28. അപ്പോൾ എല്ലാം മനസ്സിലായല്ലോ. അപ്പോൾ കൂട്ടുകാരെ വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റിയല്ലേ ഈ ഒരു ക്വസ്റ്റ്യൻ്റെ സൊല്യൂഷൻ. കൂട്ടുകാരെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഡൗട്ട് ഉണ്ടെങ്കിൽ നമ്മൾ എന്താ ചെയ്യുക? ഉടനെ കമൻറ്റ് സെക്ഷനിൽ ചോദിക്കണേ. നിങ്ങളുടെ എല്ലാ ഡൗട്ട്സും ഞാൻ ക്ലിയർ ചെയ്ത് തരാം കേട്ടോ. 6th ക്വസ്റ്റ്യൻ ചെയ്യാം. ഇവിടെ എന്താണ് പറഞ്ഞിട്ടുള്ളത്? മൾട്ടിപ്ലൈ ആൻഡ് എക്സ്പ്രസ് ആസ് എ മിക്സ്ഡ് ഫ്രാക്ഷൻ. അപ്പോൾ നമ്മൾ ഈ ഓരോ ക്വസ്റ്റ്യനും ആദ്യം മൾട്ടിപ്ലൈ ചെയ്തിട്ട് ആ കിട്ടിയ ആൻസറിനെ മിക്സ് ഫ്രാക്ഷനിൽ എക്സ്പ്രസ് ചെയ്യണം. നമുക്ക് ഓരോന്നായിട്ട് സോൾവ് ചെയ്യാം. ആദ്യം നമുക്ക് ഈ ക്വസ്റ്റ്യൻ ഒന്ന് നോക്കാം. 3 × 5 1/5. ഇങ്ങനൊരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ആദ്യം തന്നെ അതിലുള്ള മിക്സ് ഫ്രാക്ഷനെ മാറ്റി ഇംപ്രോപ്പർ ഫ്രാക്ഷൻ ആക്കണം. ആദ്യം നമുക്ക് ആ ഒരു സ്റ്റെപ്പ് ചെയ്യാം. 5 1/5നെ എങ്ങനെയാണ് നമ്മൾ മിക്സ് ഫ്രാക്ഷൻ മാറ്റി ഇംപ്രോപ്പർ ഫ്രാക്ഷൻ ആക്കുന്നത്? 5 × 5 + 1/5. ഹോൾ നമ്പറിനെ ഡിനോമിനേറ്റർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് ന്യൂമറേറ്റർ പ്ലസ് ചെയ്തിട്ട് ഹോൾ ഡിവൈഡഡ് ബൈ ദ ഡിനോമിനേറ്റർ. ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് കിട്ടുന്നത് 5 × 5 25 ആണ്, +1/5. 25 + 1/5 എന്ന് പറയുമ്പോൾ 26/5 കിട്ടി. കഴിഞ്ഞില്ല. നമുക്ക് 3 × 5 1/5 ആയിരുന്നു. 3 × 26/5 എന്ന് എഴുതി കൊടുക്കാം. 5 1/5 എന്നതിന് പകരം നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നത് 26/5 ആണ്. ഇതൊന്ന് നമുക്ക് സോൾവ് ചെയ്ത് നോക്കാം. 26 × 3 ചെയ്യണം. 6 3s are 18, 8 here, 1 up, 2 3s are 6, 6 + 1 7, 78/5 എന്ന് കിട്ടി. ഇനി ഇതിനെ വീണ്ടും മിക്സ് ഫ്രാക്ഷനിലോട്ട് മാറ്റണം. അതിനായിട്ട് എന്താ ചെയ്യേണ്ടത്? 78 ഡിവൈഡഡ് ബൈ 5 ചെയ്ത് കൊടുക്കണം. 7ൽ 5 1 ടൈം, 1 5 is 5, 7 - 5 is 2. ഈ 8 എങ്ങോട്ട് വരും? 28 ഡിവൈഡഡ് ബൈ 5 ചെയ്യുമ്പോൾ നമുക്ക് 5 5s are 25.
8 മൈനസ് 5 ഈസ് 3. ഇനി ഇതിൻ്റെ കോഷ്യൻ്റ് ആയിട്ട് വന്നിട്ടുള്ളത് 15 ആണ്. അത് എഴുതി കൊടുക്കാം ഹോൾ നമ്പറായിട്ട്. പിന്നെ നമുക്ക് ഇതിൻ്റെ റിമൈൻഡർ വന്നിട്ടുള്ളത് 3 ആണ്. അത് എഴുതാം. ഏത് നമ്പർ കൊണ്ടാണോ നമ്മൾ ഡിവൈഡ് ചെയ്തത് അതാണ് ഇവിടുത്തെ ഡിനോമിനേറ്റർ ആയിട്ട് എഴുതേണ്ടത്. ഇവിടുത്തെ ഡിനോമിനേറ്ററും ഈ ഡിനോമിനേറ്ററും സെയിം ആയിരിക്കും കേട്ടോ. ഇതാണ് നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ്റെ സൊല്യൂഷൻ. എല്ലാവർക്കും മനസ്സിലായല്ലോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ ചോദിക്കാൻ മറക്കരുത് കേട്ടോ. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ സോൾവ് ചെയ്ത് നോക്കാം. ഇതുപോലെ തന്നെ 5 ഇൻറ്റു 6 3/4 എന്നാണ്. അപ്പോൾ നമുക്ക് 6 3/4നെ ഇംപ്രോപ്പർ ഫ്രാക്ഷൻ ആക്കാം. 6 3/4 ഈക്വൽസ് ടു 6 ഇൻറ്റു 4 ഈസ് 24 പ്ലസ് 3/4 ഈക്വൽസ് ടു 27/4. മനസ്സിലായല്ലോ? 6 3/4 എങ്ങനെയാണ് 27/4 ആയത്? 6 ഇൻറ്റു 4 ചെയ്തു 24 കിട്ടി, പ്ലസ് 3 ചെയ്തു നമ്മൾ, ഡിവൈഡഡ് ബൈ 4 ചെയ്തു 27/4 എന്ന് കിട്ടി നമുക്ക്. അപ്പോൾ ഇനി നമുക്ക് അടുത്ത സ്റ്റെപ്പായിട്ട് അങ്ങനെ എഴുതാലോ. 5 ഇൻറ്റു 27/4 ഈക്വൽസ് ടു 27 ഇൻറ്റു 5 ചെയ്യാം. 7 5s are 35. 5 here, 3 up. 2 into 5 is 10. 10 plus 3 is 13. 135/4 ആണ്. ഇനി നമുക്ക് 135/4 എന്നതിനെ മിക്സ് ഫ്രാക്ഷൻ ആയിട്ട് എഴുതണം. അതിനായിട്ട് നമുക്ക് നോർമൽ ഡിവിഷൻ ചെയ്ത് കൊടുക്കാം. 3 4s are 12. 3 minus 2 is 1. 1 minus 1 is 0. ഈ 5 താഴേക്ക് എഴുതാം. 15ൽ 4 3 times. 3 4s are 12. 3 ബാലൻസ്. ഇതിലെ കോഷ്യൻ്റ് ഹോൾ നമ്പർ ആയിട്ട് എഴുതാം. റിമൈൻഡർ ന്യൂമറേറ്റർ ആൻഡ് 4 is the denominator. ഇതാണ് നമ്മുടെ ആൻസർ. മനസ്സിലായല്ലോ? അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 7 ഇൻറ്റു 2 1/4. 2 1/4നെ നമുക്ക് ഇംപ്രോപ്പർ ഫ്രാക്ഷനായിട്ട് മാറ്റാം. 2 ഇൻറ്റു 4 പ്ലസ് 1/4 8/2 ഇൻറ്റു 4 8. 8 പ്ലസ് 1 is 9. 9/4 എന്ന് കിട്ടും. നമുക്കതിവിടെ എഴുതാം. 7 ഇൻറ്റു 9/4. 7 ഇൻറ്റു 9 is 63/4 എന്ന് കിട്ടി നമുക്ക്. ഇനി ഇതിനെ ഡിവൈഡ് ചെയ്യാം. 63 ഡിവൈഡഡ് ബൈ 4. 6ൽ 4 1 time. 1 4 is 4. 6 minus 4 is 2. ഈ 3 നമുക്ക് താഴേക്ക് എഴുതാം. 23ൽ 4 5 times. 5 4s are 20. 3 minus 0 is 3. 2 minus 2 0. ഇനി നമുക്ക് ഈ ആൻസർ മിക്സ് ഫ്രാക്ഷൻ ആയിട്ട് എഴുതി കൊടുക്കാം. ഇതിൻ്റെ കോഷ്യൻ്റ് ആയിട്ട് വന്നിട്ടുള്ളത് 15 ആണ്. പിന്നെ റിമൈൻഡർ വന്നിട്ടുള്ളത് 3 ആണ്. 4 ആയിട്ടാണ് നമ്മൾ ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ ആൻസർ നമുക്ക് ഇങ്ങനെ എഴുതാം. ഹോൾ നമ്പറായിട്ട് ഈ 15 എഴുതാം. 3 ന്യൂമറേറ്റർ ആയിട്ടും ഈ നമ്പർ ഡിനോമിനേറ്റർ ആയിട്ടും എഴുതി കൊടുക്കാം. ഇതാണ് നമ്മുടെ ആൻസർ. അപ്പോൾ കൂട്ടുകാരെ എല്ലാവർക്കും ഇത് എങ്ങനെയാണ് ചെയ്യുന്നതെന്നെല്ലാം മനസ്സിലായല്ലോ. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 4 ഇൻറ്റു 6 1/3 ഈക്വൽസ് ടു 4 ഇൻറ്റു 6 3s are 18. 18 plus 1 is 19/3. അങ്ങനെ ചെയ്യാമല്ലോ. ഇനി ഇപ്പോൾ എല്ലാവർക്കും സ്റ്റെപ്സ് ഒക്കെ മനസ്സിലായല്ലോ. 4 ഇൻറ്റു 19 നോക്കാം. 9 4s are 36. 6 here, 3 up. 1 4 is 4. 4 plus 3 is 7. ഇവിടെ 76/3 എന്ന് എഴുതി കൊടുക്കാം. 76നെ 3 ആയിട്ടൊന്ന് ഡിവൈഡ് ചെയ്യാം. 2 3s are 6. 7 minus 6 is 1. ഈ 6 താഴേക്ക് എഴുതാം. 16ൽ 3 5 times. 5 3s are 15. 6 minus 5 is 1. 1 minus 1 is 0. ഇനി നമ്മുടെ ആൻസർ എങ്ങനെ എഴുതാം? 25/1/3. ഇതാണ് നമ്മുടെ ആൻസർ. ഇനി അടുത്തത് നോക്കാം. 3 1/4 into 6. 3 into 4 is 12. 12 plus 1 is 13/4 into 6. 13 into 6 നോക്കാം. 3 6 are 18. 8 here, 1 up. 1 into 6 is 6. 6 plus 1 is 7. 78.
ബൈ 4. 78 നമുക്ക് 4 ആയിട്ടൊന്ന് ഡിവൈഡ് ചെയ്ത് നോക്കാം. 1 4 is 4. 7 minus 4 is 3. 8 താഴെ എഴുതാം. 38 ആയി. 9 4s are 36. 8 minus 6 is 2. 3 minus 3 is 0. നമ്മുടെ ആൻസർ എന്തായിരിക്കും? 19 ഹോൾ നമ്പർ ആയിട്ട് എഴുതാം. നമ്മുടെ റിമൈൻഡർ 2. പിന്നെ ഏതുകൊണ്ടാണോ ഡിവൈഡ് ചെയ്തത് ആ നമ്പർ ഇവിടെ എഴുതി കൊടുക്കാം. അത്രയപ്പോൾ നമ്മുടെ ആൻസറായി. ഇനി അടുത്തത് നോക്കാം. 3 2 by 5 into 8. അപ്പോൾ എന്താ ചെയ്യുക? 3 into 5 is 15. 15 plus 2 is 17. 17 by 5 into 8. 17 into 8 നോക്കാം. 7 into 8 is 56. 6 here, 5 up. 1 into 8 is 8. 8 plus 5 is 13. 136 by 5. ഈ 136നെ നമുക്ക് 5 ആയിട്ട് ഡിവൈഡ് ചെയ്യാം. 2 5s are 10. 3 minus 0 is 3. 1 minus 1 is 0. ഈ 6 താഴോട്ട് എഴുതാം. 7 5s are 35. 6 minus 5 is 1. 3 minus 3 is 0. അപ്പോൾ നമുക്ക് ആൻസർ ഹോൾ നമ്പർ ആയിട്ട് 27 എന്ന് എഴുതാം. പിന്നെ റിമൈൻഡർ 1 and 5 ഡിനോമിനേറ്റർ. എല്ലാവർക്കും ഈ സൊല്യൂഷനൊക്കെ മനസ്സിലായിട്ടുണ്ടാവും എന്ന് കരുതുന്നു. 7th ക്വസ്റ്റ്യൻ ചെയ്യാം. കൂട്ടുകാരെ, ഇവിടെ എന്താ പറഞ്ഞിട്ടുള്ളത്? 1/2 ഓഫ് 2 3/4 ആൻഡ് 4 2/9 എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ 5/8 ഓഫ് 3 5/6 9 2/3. ഇത് രണ്ടും നമുക്ക് ചെയ്യണം. ഞാൻ മറ്റു സൊല്യൂഷൻസിലൊക്കെ നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ഓഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് കൂട്ടുകാരെ? മൾട്ടിപ്ലൈ ചെയ്യണം എന്നാണ് മീനിങ് കേട്ടോ. അപ്പോൾ നമുക്ക് 1/2 ഇൻറ്റു 2 3/4 ആണ് ചെയ്യേണ്ടത്. അതിന് ആദ്യമായിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഈ 2 3/4 എന്ന മിക്സ് ഫ്രാക്ഷനെ ഇംപ്രോപ്പർ ഫ്രാക്ഷനാക്കി മാറ്റണം. ഇതിനെ ഇംപ്രോപ്പർ ഫ്രാക്ഷനാക്കി മാറ്റാൻ എന്ത് ചെയ്യണം? 2 into 4 8 plus 3 11/4 അല്ലേ? എല്ലാവർക്കും മനസ്സിലായില്ലേ എന്താ ചെയ്തതെന്ന്? ഇനി ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യണ്ടല്ലോ. ഇനി ആർക്കെങ്കിലും മനസ്സിലാവാത്തതുണ്ടെങ്കിൽ നമ്മുടെ ഇതിന് മുന്നുള്ള സൊല്യൂഷൻ വീഡിയോസൊക്കെ കാണണം. അതിലെല്ലാം ഞാൻ വിശദമായിട്ട് പറയുന്നുണ്ട്. ഇൻട്രഡക്ഷൻ വീഡിയോയിലും വിശദമായിട്ട് പറയുന്നുണ്ട്. എല്ലാവരും അതെല്ലാം കണ്ടോളൂല്ലോ. 1/2 ഇൻറ്റു 2 3/4 പകരം നമുക്ക് 11/4 എഴുതാം അല്ലേ? 1 into 11 is 11. 2 into 4 is 8. ഇനി നമുക്ക് ഇങ്ങനെ വരുമ്പോൾ മിക്സ് ഫ്രാക്ഷനിൽ തന്നെ ആൻസർ കൊടുക്കണമെന്ന് നമ്മുടെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ ചെയ്യാം. അപ്പോൾ 11നെ 8 ആയിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്യണം. 1 into 8 is 8. 11 minus 8 is 3. ഇങ്ങനെ കിട്ടിയല്ലോ. അപ്പോൾ ഇനി ഇതിൻ്റെ ആൻസർ എങ്ങനെ എഴുതി കൊടുക്കാം നമുക്ക്? ഇതാണ് അതിൻ്റെ ഹോൾ നമ്പർ വരുന്നത്. ഇത് ന്യൂമറേറ്റർ, ഇത് ഡിനോമിനേറ്റർ. 1 3/8 എന്ന് എഴുതി കൊടുക്കാം. ഇതാണ് ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ മിക്സ് ഫ്രാക്ഷനിൽ എഴുതുമ്പോൾ നമുക്ക് കിട്ടുന്നത്. എല്ലാവർക്കും മനസ്സിലായില്ലേ കൂട്ടുകാരെ? അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. 1/2 ഓഫ് 4 2/9 ആണ്. അപ്പോൾ നമുക്ക് ഇൻറ്റു 4 2/9 എന്ന് എഴുതാം. 4 2/9 ഇംപ്രോപ്പർ ഫ്രാക്ഷൻ ആക്കണം. അതിന് 4 into 9 is 36. 36 plus 2 is 38/9. അടുത്ത സ്റ്റെപ്പിൽ അത് എഴുതി കൊടുക്കാം. 1/2 ഇൻറ്റു 4 2/9 എന്നതിന് പകരം നമുക്ക് 38/9 എന്ന് എഴുതാം. 2ഉം 38ഉം ഈവൻ നമ്പേഴ്സ് ആണല്ലോ. അത് രണ്ടും കൂടെ നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റുമല്ലോ. 38ഉം 9ഉം കൂടി കോമൺ ആയിട്ട് ഒരു നമ്പറായിട്ടും ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല നമുക്ക്. അതുകൊണ്ട് നമുക്ക് 2ഉം 38ഉം കൂടെ ഡിവൈഡ് ചെയ്യാം. 3ൽ 2 1 ടൈം, 1 ബാലൻസ് ഉണ്ട്. 18ൽ 2 9 ടൈംസ്, 2ൽ 2 1 ടൈം. 1 into 19 19/1 into 9 9 എന്ന് എഴുതാം നമുക്ക്. ഇനി ഈ ആൻസറിനെ നമുക്ക് മിക്സ് ഫ്രാക്ഷനിലോട്ട് മാറ്റാം. 19നെ 9 ആയിട്ട് ഡിവൈഡ് ചെയ്യാം. 2 9s are 18. 9 minus 8 is 1. 1 minus 1 is 0. ഇനി നമുക്ക് എങ്ങനെ എഴുതാം? അതിൻ്റെ ഹോൾ നമ്പർ ഇതാണ്, അത് എഴുതി കൊടുത്തു. റിമൈൻഡർ ഇവിടെ ന്യൂമറേറ്റർ ആയിട്ട് എഴുതി. ഈ ഡിവൈഡ് ചെയ്ത നമ്പർ ഇവിടെ നമ്മൾ
എഴുതി കൊടുത്തു ഡിനോമിനേറ്റർ ആയിട്ട്. ഇതാണ് അതിൻ്റെ ആൻസർ. ഈ രണ്ട് സൊല്യൂഷനും എൻ്റെ കൂട്ടുകാർക്ക് എല്ലാവർക്കും മനസ്സിലായല്ലോ. അപ്പോൾ ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇവിടെ പറഞ്ഞിട്ടുള്ളത് 5/8 ഓഫ് 3 5/6 ആണ്. അപ്പോൾ ഇൻറ്റു 3 5/6 എന്ന് എഴുതാം. ഈ മിക്സ് ഫ്രാക്ഷനെ നമുക്ക് ഇംപ്രോപ്പർ ഫ്രാക്ഷൻ ആക്കാം. 3 5/6 ആണല്ലോ. 3 × 6 18. 18 + 5 is 23/6 എന്ന് എഴുതാം. 5/8 ഇൻറ്റു 3 5/6 പകരം 23/6 എഴുതാം. ഇനി നമുക്ക് ഇവിടെ ഏതെങ്കിലും നമ്പേഴ്സ് ക്യാൻസൽ ചെയ്യാനൊക്കെ പറ്റുമോ നോക്കാം. ഒന്നും അങ്ങനെ നമുക്ക് ഡയറക്റ്റ് ചെയ്യാൻ പറ്റുന്നത് കാണുന്നില്ല. അപ്പോൾ എന്ത് ചെയ്യാം, നമുക്ക് ഇത് രണ്ടും മൾട്ടിപ്ലൈ ചെയ്ത് കൊടുക്കാം. 5 × 23. 3 5s are 15. 5 here, 1 up. 2 5s are 10. 10 + 1 is 11. 115/8 × 6 is 48. അപ്പോൾ ഇനി ഇതിനെ നമുക്ക് മിക്സ് ഫ്രാക്ഷനിലോട്ട് മാറ്റാം. 115നെ 48ആയിട്ടൊന്ന് ഡിവൈഡ് ചെയ്ത് നോക്കാം. 48നെ നമുക്കൊന്ന് 3 ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കിയാലോ. 8 × 3 is 24. 4 here, 2 up. 4 × 3 is 12. 12 + 2 is 14. 144 കിട്ടിയത്. നമുക്ക് 115 അല്ലേ ഉള്ളൂ. അപ്പോൾ നമുക്ക് 48നെ 2 ആയിട്ട് ചെയ്ത് നോക്കാം. 48 × 2. 8 × 2 is 16. 6 here, 1 up. 4 × 2 is 8. 8 + 1 is 9. 96. 2 × 48 = 96. 5 - 6 പോസിബിൾ അല്ലല്ലോ. അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് 1 ഇങ്ങോട്ട് ബോറോ ചെയ്തു. അത് 15 ആയി. ഇത് 0 ആയി മാറി അല്ലേ. 15 - 6 is 9. Then 0 - 9 is not possible. അപ്പോൾ നമുക്കത് 10 - 9 ആക്കാം. അപ്പോൾ 1 എന്ന് കിട്ടും നമുക്ക്. ഇപ്പോൾ 19 എന്നാണ് നമുക്ക് ഇവിടെ കിട്ടിയിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ ആൻസർ നമുക്ക് 219/48 എന്ന് എഴുതാം. ഇനി അടുത്തത് ചെയ്യാം നമുക്ക്. 5/8 × 9 2/3. ഇതെങ്ങനെയാണ് ചെയ്യുന്നത്? 9 2/3 എന്ന മിക്സ് ഫ്രാക്ഷനെ നമുക്ക് ഇംപ്രോപ്പർ ഫ്രാക്ഷൻ ആക്കി മാറ്റണം. അതിന് 9 × 3 is 27. 27 + 2 is 29/3 എന്ന് എഴുതാം. 5/8 × 29/3 എന്ന് കിട്ടും. 5 × 29 ചെയ്യാം. 9 5s are 45. 5 here, 4 up. 2 5s are 10. 10 + 4 is 14. 145/8 3s are 24. നമുക്ക് 145നെ 24 ആയിട്ടൊന്ന് ഡിവൈഡ് ചെയ്ത് നോക്കാം. 24നെ നമുക്ക് 5 ആയിട്ടൊന്ന് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കാം. 4 × 5 is 20. 0 here, 2 up. 2 5s are 10. 10 + 2 is 12. 120 ആണ് കിട്ടിയത്. അപ്പോൾ നമുക്ക് 24നെ 6 ആയിട്ടൊന്ന് ചെയ്ത് നോക്കിയാലോ. 4 6 are 24. 4 here, 2 up. 2 6 are 12. 12 + 2 is 14. 144 കിട്ടി. നമ്മുടെ കയ്യിൽ 145 അല്ലേ. അപ്പോൾ നമുക്ക് ഈ 6 എടുക്കാം. 6 24s are 144. 5 - 4 is 1. 4 - 4 is 0. 1 - 1 is 0. അപ്പോൾ നമ്മുടെ ആൻസർ എങ്ങനെ എഴുതാം നമുക്ക്? ഹോൾ നമ്പർ 6 1/24. ഇതാണ് നമ്മുടെ ആൻസർ കേട്ടോ. ഇത് ക്വസ്റ്റ്യൻ ചെയ്യാം. ഈ ക്വസ്റ്റ്യൻ ഒന്ന് റീഡ് ചെയ്യാം കൂട്ടുകാരെ. Vidya and Pratap went for a picnic. Their mother gave them a water bottle that contained 5 liters of water. Vidya consumed 2/5 of the water. Pratap consumed the remaining of water. ഇവിടെ ചോദിച്ചിട്ടുള്ളത് how much water did Vidya drink? What fraction of the total quantity of water did Pratap drink? ഇത്രയാണ് നമ്മുടെ അടുത്ത് ചോദിച്ചിട്ടുള്ളത്. എന്താണ്? വിദ്യയും പ്രതാപും പിക്നിക്കിന് പോകുമ്പോൾ 5 liters ഓഫ് വാട്ടർ കണ്ടെയ്ൻ ചെയ്യുന്ന ഒരു വാട്ടർ ബോട്ടിൽ അവരുടെ അമ്മ കൊടുത്തിട്ടുണ്ടായിരുന്നു. വിദ്യ അതിൽ നിന്നും 2/5 ഓഫ് വാട്ടർ ഡ്രിങ്ക് ചെയ്തിട്ടുണ്ട്. ബാക്കി വാട്ടർ പ്രതാപ് കൺസ്യൂം ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ എന്താ ചോദിച്ചിട്ടുള്ളത്? ഹൗ മച്ച് വാട്ടർ ഡിഡ് വിദ്യ ഡ്രിങ്ക് ആൻഡ് വാട്ട് ഫ്രാക്ഷൻ ഓഫ് ദ ടോട്ടൽ ക്വാണ്ടിറ്റി ഓഫ് വാട്ടർ ഡിഡ് പ്രതാപ് ഡ്രിങ്ക്. അപ്പോൾ നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാം. വാട്ടർ കൺസ്യൂംഡ് ബൈ വിദ്യ. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? 2/5 ഓഫ് 5 ലിറ്റർ കണ്ടുപിടിക്കണം അല്ലേ.
അതിനുവേണ്ടി നമുക്ക് 2/5 ഇൻറ്റു 5 ചെയ്യാം. 5ഉം 5ഉം നമുക്ക് കട്ട് ചെയ്യാം. നമ്മുടെ കയ്യിൽ ബാക്കി 2 ആണുള്ളത്. ആ 2 എഴുതി. 2 liters ഓഫ് വാട്ടർ ആണ് വിദ്യ കൺസ്യൂം ചെയ്തിട്ടുള്ളത്. വാട്ടർ കൺസ്യൂംഡ് ബൈ പ്രതാപ് 5 ലിറ്ററിൽ നിന്നും 2 ലിറ്റർ സബ്ട്രാക്ട് ചെയ്ത് കഴിഞ്ഞാൽ എത്ര എമൗണ്ട് ഓഫ് വാട്ടർ ആണ് പ്രതാപ് കൺസ്യൂം ചെയ്തതെന്ന് നമുക്ക് മനസ്സിലാവും. 5 ലിറ്ററിൽ നിന്നും 2 ലിറ്റർ നമുക്ക് സബ്ട്രാക്ട് ചെയ്യാം. അപ്പോൾ 5 - 2 ഈസ് 3 ലിറ്റർ വാട്ടർ ആണ് പ്രതാപ് കൺസ്യൂം ചെയ്തിട്ടുള്ളത്. അടുത്തതായി നമ്മുടെ അടുത്ത് ചോദിച്ചിട്ടുള്ളത് ഫ്രാക്ഷൻ ഓഫ് വാട്ടർ കൺസ്യൂംഡ് ബൈ പ്രതാപ് ആണ്. അമ്മ കൊടുത്തു വിട്ടത് 5 ലിറ്റർ ഓഫ് വാട്ടർ ആയിരുന്നു അല്ലേ? അതിൽ നിന്ന് 3 ലിറ്റർ ആണ് പ്രതാപ് കുടിച്ചിട്ടുള്ളത്. അപ്പോൾ പ്രതാപ് കൺസ്യൂം ചെയ്തതിന്റെ ഫ്രാക്ഷൻ എന്ന് പറയുന്നത് 3/5 ലിറ്റേഴ്സ് ആണ് കേട്ടോ. എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടോ കൂട്ടുകാരെ? എല്ലാവർക്കും മനസ്സിലായില്ലേ പറഞ്ഞത്? ഒന്നുകൂടെ ഞാൻ പറയാം. വാട്ടർ കൺസ്യൂംഡ് ബൈ വിദ്യ എന്ന് പറയുമ്പോൾ 2/5 ഓഫ് വാട്ടർ ആണ് കൺസ്യൂം ചെയ്തതെന്ന് നമ്മുടെ അടുത്ത് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ 2/5 ഇൻറ്റു 5 ലിറ്റേഴ്സ് ചെയ്തപ്പോൾ നമുക്ക് 2 ലിറ്റേഴ്സ് എന്ന് കിട്ടി. പ്രതാപ് കൺസ്യൂം ചെയ്ത വാട്ടറിന്റെ ക്വാണ്ടിറ്റി അറിയാൻ നമ്മൾ 5 ലിറ്ററിൽ നിന്നും വിദ്യ കൺസ്യൂം ചെയ്ത വാട്ടറിന്റെ ക്വാണ്ടിറ്റി സബ്ട്രാക്ട് ചെയ്തപ്പോൾ നമുക്ക് 3 ലിറ്റർ എന്ന് കിട്ടി. ഇനി നമ്മുടെ അടുത്ത് ചോദിച്ചത് ഫ്രാക്ഷൻ ഓഫ് വാട്ടർ കൺസ്യൂംഡ് ബൈ പ്രതാപ് എന്നായിരുന്നു. ടോട്ടൽ എത്ര ഉണ്ടായിരുന്നു അത് ഡിനോമിനേറ്റർ ആയിട്ട് എഴുതി കൊടുത്തു. പിന്നെ പ്രതാപ് കൺസ്യൂം ചെയ്തത് എത്ര ലിറ്റർ ഓഫ് വാട്ടർ ആണോ അതാണ് ന്യൂമറേറ്റർ ആയിട്ട് എഴുതി കൊടുക്കേണ്ടത്. കൂട്ടുകാരെ, നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് വേണം കേട്ടോ. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. പിന്നെ ലൈക്ക് ചെയ്യണം. നിങ്ങളുടെ ഫ്രണ്ട്സിനെല്ലാം ഷെയർ ചെയ്ത് കൊടുക്കണം. നമ്മുടെ വീഡിയോയെ കുറിച്ച് എല്ലാവരുടെ അടുത്തും പറയാനേ കൂട്ടുകാരെ. താങ്ക് യു. ബൈ ബൈ.